ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോമ്പിനേഷൻ ടൂർണമെൻറ്റ് എന്താണെന്നും അത് എത്ര ടൈപ്സ് ഉണ്ടെന്നും അതെങ്ങനെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് നോക്കുന്നത്. നമ്മൾ സിംഗിൾ നോക്കൗട്ട്, ഡബിൾ നോക്കൗട്ട്, ലീഗ് മാച്ചസ് ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് കോമ്പിനേഷൻ ടൂർണമെൻറ്റ്സിനെ പറ്റി നോക്കാം. കോമ്പിനേഷൻ ടൂർണമെൻറ്റ് പേര് പോലെ തന്നെ രണ്ടല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈപ്പ് ടൂർണമെൻറ്റ് കമ്പൈൻ ചെയ്ത് കളിപ്പിക്കുന്ന രീതിയാണ് കോമ്പിനേഷൻ ടൂർണമെൻറ്റിൽ കാണുന്നത്. മെയിനായിട്ടും ഇങ്ങനത്തെ ടൂർണമെൻറ്റ് ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പ്, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്, അല്ലെങ്കിൽ ഇൻ്റർ സ്കൂൾ, ഇൻ്റർ സോണ്, വലിയ വലിയ മാച്ചസ് നമ്മൾ കോമ്പിനേഷൻ ടൂർണമെൻറ്റ് യൂസ് ചെയ്താണ് നടക്കുന്നത്. ഒരുപാട് ടീമുണ്ടാവും. അപ്പം ഒരു ഡിസ്ട്രിക്റ്റിൽ പല സോണാക്കി അവിടുത്തെ ടീമിനെ ചിലപ്പോൾ ആദ്യം നോക്കൗട്ട്, സിംഗിൾ നോക്കൗട്ട് അല്ലെങ്കിൽ ഡബിൾ നോക്കൗട്ട് കളിപ്പിക്കും. അവിടുന്ന് വിൻ ചെയ്യുന്നവർ പിന്നെ വരുന്ന ലീഗായിരിക്കും. അങ്ങനെ പല ടൈപ്പ് ടൂർണമെൻറ്റ് കമ്പൈൻ ചെയ്ത് വരുന്ന ടൂർണമെൻറ്റിനാണ് നമ്മൾ കോമ്പിനേഷൻ ടൂർണമെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ട്രെയിനിങ് കോളേജസിൻ്റെ ടൂർണമെൻറ്റ് ഈ ഒരു സോണായിട്ട് കണ്ടക്ട് ചെയ്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ, അതുപോലെ കേരള യൂണിവേഴ്സിറ്റി, അങ്ങനെ പല യൂണിവേഴ്സിറ്റിയുടെ ചിലപ്പോൾ മാച്ചസ് സിംഗിൾ നോക്കൗട്ട് കളിച്ചു. അതിൽ വിൻ ചെയ്യുന്നവരെല്ലാം കൂടെ വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ ലീഗ് കളിക്കും. അവിടുന്ന് പിന്നെ അതായത് കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റീസിൽ നിന്ന് വിന്നേഴ്സുമായിട്ട് വീണ്ടും ചിലപ്പോൾ നോക്കൗട്ട് അല്ലെങ്കിൽ അങ്ങനെ പല ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ ടൂർണമെൻറ്റ് കളിച്ച് ഏറ്റവും ലാസ്റ്റ് വിന്നറാവും. അങ്ങനെ പല ടൈപ്പ് ടൂർണമെൻറ്റ് കോമ്പിനേഷൻ ആയിരിക്കും കോമ്പിനേഷൻ ടൂർണമെൻറ്റ്. അപ്പം ഇത് 4 ടൈപ്പാണുള്ളത്. ഒന്നാമത്തെ നോക്കൗട്ട് കം നോക്കൗട്ട്, നോക്കൗട്ട് കം ലീഗ്, ലീഗ് കം ലീഗ്, ലീഗ് കം നോക്കൗട്ട്. അങ്ങനെ 4 രീതിയിൽ 4 ടൈപ്പാണ് കോമ്പിനേഷൻ ടൂർണമെൻറ്റ് ഉള്ളത്. പേര് പോലെ തന്നെ സിമ്പിളാണ്. നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കൗട്ട് കം നോക്കൗട്ട് ആദ്യം നോക്കാം. നോക്കൗട്ട് കം നോക്കൗട്ടിൽ രണ്ടും നോക്കൗട്ട് മാച്ചസ് ആയിരിക്കും. അതായത് നോക്കൗട്ട് മാച്ചസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഈ ടൈപ്പ് ടൂർണമെൻറ്റ്സിൽ. നോക്കൗട്ട് കളിച്ചായിരിക്കും ടീം അഡ്വാൻസ് ചെയ്ത് പോകുന്നത്. അവിടെ വേറെ ടൈപ്പ് ടൂർണമെൻ്റ് ഒന്നുമില്ല, നോക്കൗട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് എക്സാമ്പിളായിട്ട് 16 ടീം, ഇപ്പം 16 ടീം നമുക്ക് ഒരു പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്ന് എടുക്കാം. അപ്പോൾ 16 ടീമിലെ പല സോണുകളിലാക്കാം. സോൺ A, സോൺ B, സോൺ C, സോൺ D. അപ്പോൾ ഓരോ സോണിലും നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, 4 ടീമിനെ വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 20 ടീമുണ്ടെങ്കിൽ 5 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1, 2, 3, 4 സോൺ Aയിൽ വന്നു, 9, 10, 11, 12 സോൺ Cയിൽ വന്നു, 5, 6, 7, 8 സോൺ Bയിൽ വന്നു, സോൺ Dയിൽ 13, 14, 15, 16 അങ്ങനെ 4 സോണാക്കി. ഇപ്പോൾ ഇനി നോക്കൗട്ട് മാച്ചസ് ആണ് കളിക്കുന്നത്. അതായത് സിംഗിൾ നോക്കൗട്ട് കളിപ്പിക്കാം നമുക്ക് ഇവരെ. അപ്പം ഈ ഓരോ സോണിലും സിംഗിൾ നോക്കൗട്ട് ഫിക്സർ വരയ്ക്കുക. എന്നിട്ട് അവിടെ നിന്ന് വരുന്ന വിന്നറിനെയാണ് നമ്മളടുത്ത് നോക്കൗട്ട് കളിക്കാൻ അഡ്വാൻസ് ചെയ്ത് വിടുന്നത്. ഇപ്പം 4 ടീമാണ്. ഇപ്പം 2ൻ്റെ പവർ വരുന്ന ടീമാണ് 2, 4, 8, 16, 32. അപ്പോൾ ഇതിൽ 4 എന്ന് പറയുന്ന സംഖ്യ 2ൻ്റെ പവറാണ്. അപ്പോൾ നമുക്ക് ബൈ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് സോൺ Aയിലെ നമുക്ക് വരച്ച് നോക്കാം ഫിക്സ്ചർ. സിമ്പിളാണ്. 1ഉം 2ഉം മാച്ച് വരുന്നു, 3ഉം 4ഉം മാച്ച് വരുന്നു. അതിൽ നിന്ന് 1ഉം 3ഉം വിജയിച്ചു എന്ന് കണക്ക് കൂട്ടാം. അവരുടെ ഫൈനലിൽ വരുന്നു, 3 വിൻ ചെയ്യുന്നു. അപ്പോൾ സോൺ Aയിലെ വിന്നർ 3 വന്നു. ഇപ്പം 3 ആണ് സോൺ Aയിലെ വിന്നർ. അതുപോലെ സോൺ B ഇതുപോലെ തന്നെ 4 ടീമാണുള്ളത്. നമുക്ക് അവരുടെ ഫിക്സ്ചർ വരച്ച് നോക്കാം. 5ഉം 6ഉം 7ഉം 8ഉം, അതിൽ നിന്ന് 5ഉം 7 അങ്ങനെ ഓരോ വിന്നേഴ്സിനെ നമ്മളെടുത്തു 4 സോണിൽ. അപ്പം 3ഉം 7ഉം 11ഉം 15ഉം വന്നു വിന്നേഴ്സായിട്ട്. അപ്പോൾ ആദ്യത്തെ നോക്കൗട്ട് കഴിഞ്ഞപ്പോൾ ഈ 4 ടീമിന് അടുത്ത സ്റ്റേജിലോട്ട് അഡ്വാൻസ് ചെയ്തു. പുറത്തായ ടീം പോയി, പുറത്തായ അവർ ഡിഫീറ്റായി, സിംഗിൾ നോക്കൗട്ടാണ്. അപ്പം ഈ വിൻ ചെയ്ത ടീമിന് നമ്മൾ വീണ്ടും അടുത്ത മാച്ച് സിംഗിൾ നോക്കൗട്ട്, അതായത് നോക്കൗട്ട് കം നോക്കൗട്ട്. അപ്പോൾ 3ഉം 7ഉം കളിച്ചു, 11ഉം 15ഉം കളിച്ചു. അതിൽ 3 വിന്നായി, 11 വിന്നായി. അവിടെ നമ്മൾ വിന്നറെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെ നോക്കൗട്ട് മാത്രം കളിച്ചു പോകുന്ന ടൈപ്പ് ടൂർണമെൻ്റാണ് നോക്കൗട്ട് കം നോക്കൗട്ട്. സിമ്പിളാണ്. ഇത് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പം തന്നെ ഏത് ടൈപ്പാണ് എങ്ങനെ കളിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ ഓൾറെഡി സിംഗിൾ നോക്കൗട്ട് ലീഗ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നോക്കൗട്ട് കം നോക്കൗട്ട് മാച്ചസ് വരയ്ക്കുന്നത്. ഈവൻ ടീമാണെങ്കിലും ഓഡ് ടീമാണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത്, ഓഡ് ടീമാണെങ്കിൽ ബൈ കൊടുത്ത് നമ്മൾ ഫിക്സർ വരയ്ക്കും. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് നോക്കൗട്ട് കം ലീഗ്. ആദ്യം നമ്മൾ നോക്കൗട്ട് കളിപ്പിക്കും, ദെൻ അവിടെ നിന്ന് അഡ്വാൻസ് ചെയ്ത ടീം ലീഗ് കളിക്കും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 16 ടീം തന്നെ എടുക്കാം. 4 സോണാക്കി ABCD. സോൺ Aയിൽ നമ്മൾ നോക്കൗട്ട് കളിപ്പിക്കുന്നു, വിന്നേഴ്സിനെ കണ്ടുപിടിക്കുന്നു. ഇപ്പം സോൺ Aയിലെ വിന്നറായിട്ട് നമുക്ക് 3 വന്നു, സോൺ Bയിൽ 7 വന്നു, സോൺ Cയിൽ 11 വന്നു, സോൺ Dയിൽ 15 വന്നു. അപ്പോൾ ഇത്രയും വിന്നറാണ് നമുക്ക് ആദ്യം നോക്കൗട്ട് കളിപ്പിച്ചപ്പം നമുക്ക് കിട്ടിയത്. പിന്നെ ഇവരെ ഇനി എന്ത് കളിപ്പിക്കും? ഇവരെ ഇനി ലീഗ് കളിപ്പിക്കണം.
അപ്പോൾ ഇനി നമുക്ക് ഫിക്സ്ചർ വരച്ച് നോക്കാം ലീഗിൻ്റെ. ഇപ്പം 4 ടീം അഡ്വാൻസ് ആയി 3, 7, 11 ആൻഡ് 15. അപ്പോൾ ഇവരെ കൊണ്ട് നമുക്കിനി ലീഗ് കളിപ്പിക്കാം. അപ്പം നമുക്ക് 3 മെത്തേഡ് ഞാൻ പറഞ്ഞു, ടാബുലാർ, സ്റ്റെയർ കേസ്, സൈക്കിളിക്ക്. നമുക്ക് വേണമെങ്കിൽ ഏത് മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ലീഗ് അത് ഓർഗനൈസറിൻ്റെ ഇഷ്ടമാണ് ഏത് മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ. നമുക്കിവിടെ സ്റ്റെയർ കേസ് യൂസ് ചെയ്യാം. സ്റ്റെയർ കേസ് മെത്തേഡ്. ഇപ്പോൾ ആദ്യത്തെ മാച്ച് 3, 7 തമ്മിൽ വന്നു. അടുത്തത് ഇത് വരും 3ഉം 11ഉം 3ഉം 15ഉം. 3ക്ക് ഈ 3 പേരുമായിട്ട് മാച്ച് കളിക്കണം, അല്ല ലീഗ് അല്ലേ. അപ്പോൾ 3, 7, 3, 11, 3, 15. ഓക്കെ, ഇതങ്ങനെ എഴുതി. ഇനിയും അടുത്തത് 7. 7ഉം 3ഉം ഓൾറെഡി മാച്ച് വന്നു. ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 7ഉം 11ഉം. അപ്പോൾ 7, 11 എന്നുള്ളത് ആദ്യം എഴുതുക. 3, 7 ഓൾറെഡി മാച്ച് വന്നു കഴിഞ്ഞു. അപ്പോൾ അത് വീണ്ടും എടുത്ത് എഴുതണ്ടല്ലോ. അപ്പം നമുക്ക് 3ഉം 11ഉം അല്ല സോറി 7ഉം 11ഉം അടുത്ത മാച്ച് എഴുതും. പിന്നെ 7ഉം 15ഉം. ഓക്കെ, ലാസ്റ്റ് ഇതിൽ 11ഉം 15ഉം വരും. 11ഉം 7ഉം 11ഉം 3 ഓൾറെഡി മാച്ച് കഴിഞ്ഞു ഉണ്ടോ. അപ്പം നമുക്കിനി 11ഉം 15ഉം ആയി. അപ്പോൾ ഒരു സ്റ്റെയർ കേസ് ഇതിൽ കിട്ടി. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ നമുക്ക് എത്ര റൗണ്ട് ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഓരോ റൗണ്ടിൽ എത്ര മാച്ച് വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ n-1 ആണ്, ഈവൻ നമ്പർ ടീമാണ്. അപ്പോൾ n-1 ആണ് റൗണ്ട് വരുന്നത്. നമ്പർ ഓഫ് ടീം എത്ര? ഇവിടെ 4 ടീമല്ലേ. 4 - 1 4 - 1 3. അപ്പം 3 മാച്ചസ് ആയിരിക്കും ഇവിടെ, സോറി 3 റൗണ്ട് ആയിരിക്കും ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് R1, R2, R3. അപ്പം 3 റൗണ്ടാണ്. അപ്പോൾ ആദ്യത്തെ മാച്ച് വരുന്നത് 3ഉം 15ഉമാണ്. ഇവിടെ 1 ആട്ടോ ടൈപ്പിൽ മിസ്റ്റേക്കാണത്. ആദ്യത്തെ മാച്ച് 3ഉം 15ഉം തമ്മിലാണ് റൗണ്ട് 1 ഫസ്റ്റ് മാച്ച് വരുന്നത്. ഡയഗണലി നോക്കും. പിന്നെ 7ഉം 11ഉം. പിന്നെ റൗണ്ട് 1 കഴിഞ്ഞു. ദെൻ റൗണ്ട് 2 വരുമ്പോൾ നേരെ നമ്മൾ സ്റ്റെയറിൻ്റെ മേലോട്ട് പോകുന്നു. 3ഉം 11ഉം തമ്മിൽ മാച്ച് വരുന്നു. പിന്നെ അവിടെ ഇതില്ല, മാച്ചസ് ഇല്ല. അപ്പം നേരെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നമ്മൾ എടുത്തു 11ഉം 15ഉം. ഓക്കെ, ദെൻ റൗണ്ട് 3 പോകുമ്പോൾ 3ഉം 7ഉം, പിന്നെ ബാക്കിയുള്ള 7ഉം 15ഉം. സിമ്പിളാണ്. അപ്പോൾ നോക്കൗട്ട് ലീഗ് നമ്മൾ നടത്തി. അപ്പോൾ ഇതിൽ നിന്ന് ആരാണോ പോയിന്റ് വൈസ് സ്കോറിൽ മുന്നിൽ വരുന്നത് അവർ വിന്നറാവും. ഇങ്ങനെയാണ് നോക്കൗട്ട് കം ലീഗ് വരയ്ക്കുന്നത്. ഇനി നമുക്ക് തേർഡ് ടൈപ്പ് ടൂർണമെൻറ്റ് നോക്കാം. തേർഡ് ടൈപ്പ് ഞാൻ പറഞ്ഞായിരുന്നു, ഏതായിരുന്നു? ആദ്യം നോക്കൗട്ട് കം ലീഗ് നമ്മളിപ്പോൾ നോക്കി. ഇനി അടുത്ത് നമുക്ക് ലീഗ് മാച്ചസ് നോക്കാം. ലീഗ് മാച്ചസ് പേര് പോലെ തന്നെ ലീഗ് മാച്ചസ് ആണ്. നമ്മൾ നോക്കൗട്ട് നോക്കിയാലും ഇവിടെ ലീഗ് മാച്ചസ് മാത്രമേ, ടൈപ്പ് ടൂർണമെൻറ്റ് മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ. നമുക്ക് 16 ടീമിൻ്റെ തന്നെ എക്സാമ്പിൾ എടുക്കാം. ഇപ്പം ലീഗ് മാത്രം കളിപ്പിച്ചാൽ മതി. ഇവിടെ നോക്കൗട്ടില്ല. ലീഗ് പേര് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് വീണ്ടും ഇതിനെ 4 ഗ്രൂപ്പാക്കാം. A, B, C, D എന്നുള്ള 4 ഗ്രൂപ്പാക്കി. അപ്പം ഗ്രൂപ്പ് എയിൽ, ഗ്രൂപ്പ് ബിയിലും ഗ്രൂപ്പ് സിയിലും ഗ്രൂപ്പ് ഡിയിലും നമുക്ക് സ്റ്റെയർ കേസ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ വരച്ചു. 1, 2, 1, 3, 1, 4, പിന്നെ 2, 3, 2, 4, 3, 4 അങ്ങനെ ഓരോ ഗ്രൂപ്പിലും നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഗ്രൂപ്പ് എയിൽ 1, 2, 3, 4 ടീം, ഗ്രൂപ്പ് ബി 5, 6, 7, 8, ഗ്രൂപ്പ് സി 9, 10, 11, 12, ഗ്രൂപ്പ് ഡിയിൽ 13, 14, 15, 16. അപ്പം നമുക്ക് ഇവിടെ 3 റൗണ്ട് മാച്ചസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. n-1. ഇപ്പോൾ 4 - 1 എത്ര? 3. അപ്പം 3 മാച്ചസ്, 3 റൗണ്ട് മാച്ചസ് നടക്കും. അപ്പം അതിൽ നിന്ന് നമുക്ക് വിന്നറിനെ പോയിന്റ് വൈസ് കിട്ടും. അപ്പം ഞാനിവിടെ എല്ലാ റൗണ്ടും ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് എയിൽ നിന്ന് നമ്മൾ മറ്റേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ റൗണ്ട് 1ൽ 1ഉം 4ഉം 2ഉം 3ഉം ഡയഗണലി എടുത്തു. 1ഉം 3ഉം ദെൻ 3, 4 മാച്ച് വന്നു. R3യിൽ 1ഉം 2ഉം 2ഉം 4ഉം മാച്ച് വന്നു. അങ്ങനെ എല്ലാ ഗ്രൂപ്പിലെ 3 റൗണ്ടിലെ മാച്ചസ് നമ്മൾ എഴുതി. അപ്പം ഇതിൽ നിന്നൊക്കെ വേണമെങ്കിൽ നമുക്കിനി ഒരു വിന്നറിനെ എടുക്കാം. അപ്പോൾ നമ്മൾ വിന്നേഴ്സിനെ നമുക്ക് അസ്യൂം ചെയ്തെടുക്കാം. ഗ്രൂപ്പ് എയിൽ നമുക്ക് ടീം 4 വിന്നറായിട്ട് എടുക്കാം, ടീം 4നെ. ദെൻ ഗ്രൂപ്പ് ബിയിൽ 7 വിന്നറാണ്, ഗ്രൂപ്പ് സി 11 ആൻഡ് ഗ്രൂപ്പ് ഡി 15. അപ്പോൾ 4 വിന്നേഴ്സിനെ നമ്മൾ എടുത്തു. ആദ്യത്തെ ലീഗാണ് കഴിഞ്ഞത്. ഇനി വീണ്ടും അടുത്ത ലീഗ് കം ലീഗാണ്. അപ്പോൾ സെക്കൻഡ് ലീഗിൽ 4 വിന്നറിനെ കിട്ടി നമുക്ക്, 4, 7, 11, 15. അപ്പോൾ ഇവരെ വെച്ച് വീണ്ടും നമ്മൾ സ്റ്റെയർ കേസ് മെത്തേഡ് ഉപയോഗിച്ച് വീണ്ടും വരയ്ക്കുവാണ്. ആദ്യത്തെ മാച്ച് 4, 7, 4, 11, 4, 15, ദെൻ
7 11 7 15 11 വേഴ്സസ് 15 ഇത്ര മാച്ച് സ്റ്റെയർ കേസ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എഴുതി. ഇനി നമുക്ക് 3 റൗണ്ടാണുള്ളത് അല്ലേ, n-1 4 - 1 3. അപ്പോൾ 3 റൗണ്ട് R1 R2 R3. അപ്പോൾ ഈ 3 റൗണ്ടിൽ മാച്ചസ് എങ്ങനെ വരുമെന്ന് നോക്കാം. സെയിം കോർണറിൽ നിന്ന് എടുക്കുക, 4 വേഴ്സസ് 15, ദെൻ 7 വേഴ്സസ് 11, R2വിൽ 4 വേഴ്സസ് 7, 11 വേഴ്സസ് 15 നമ്മളങ്ങനെ എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലീഗ് കം ലീഗ് എഴുതുന്നത്. രണ്ടും ലീഗ് മാച്ചസ് ആയിരിക്കും. അപ്പോൾ അടുത്ത ടൈപ്പ് നോക്കാം. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് നോക്കി. ലാസ്റ്റ് ടൈപ്പ് ഓഫ് ടൂർണമെൻറ്റ് കോമ്പിനേഷൻ ലീഗ് കം നോക്ക് ഔട്ട്. പേര് പോലെ തന്നെ ആദ്യം ലീഗ് മാച്ചസ് നടക്കുന്നത്, അവിടുന്ന് വിൻ ചെയ്യുന്നവർ നോക്ക് ഔട്ട് മാച്ചസ് ആയിരിക്കും കളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് 16 ടീമിനെ തന്നെ എടുക്കാം. ഓക്കെ, 4 ഗ്രൂപ്പാക്കാം. ABCD 4 ടീം വെച്ച് 4 ഗ്രൂപ്പാക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D. സ്റ്റെയർ കേസ് മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് 4 വിന്നറിനെ നോക്കാം. ഗ്രൂപ്പ് A 4 7 11 15 ലീഗ് കം നോക്കൗട്ടാണ്. അപ്പോൾ ലീഗ് മാച്ചസിൽ നിന്ന് വിൻ ചെയ്തവർ പിന്നെ നോക്കൗട്ട് കളിക്കും. അപ്പോൾ 4 7 11 15. ഇപ്പോൾ 4 7 കളിച്ചിൽ 7 വിന്നായി, 11 15 11 വിന്നായി. ഫൈനലിൽ അറിയിച്ചും 7 വിൻ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലീഗ് കം നോക്കൗട്ട്. ആദ്യം ലീഗ് മാച്ചസ് കളിക്കുന്നു, പിന്നെ നോക്കൗട്ട് മാച്ചസ് കളിക്കുന്നു. പേര് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് വരച്ച് എഴുതാൻ പറ്റുന്നതാണ്. കോമ്പിനേഷൻ ടൂർണമെൻറ്റ് സിമ്പിളാണ്. സിംഗിൾ നോക്കൗട്ടും ലീഗ് മാച്ചസും അതിൻ്റെ മെത്തേഡ്സ് അറിയാമെങ്കിൽ പിന്നെ കോമ്പിനേഷൻ മാച്ചസ് വരയ്ക്കാനും എഴുതാനും എളുപ്പമാണ്. അപ്പം ഇതാണ് 4 ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ ടൂർണമെൻറ്റ്.